എന്തിനാ വന്നത്? നിന്നെയൊന്ന് കാണാൻ തന്നെയാടാ. കണ്ടു കഴിയുമ്പോ കുറച്ച് ആശ്വാസം കിട്ടും. ഞാനെന്നും നിഷേധിയും അഹങ്കാരിയുമായ അമ്മയുടെ മോനല്ലായിരുന്നോ? അമ്മ എന്നേക്കാളും ഇഷ്ടപ്പെട്ട മോനും മരുമോളും ആയിപ്പോ അവിടെ ഉള്ളത്. കൂടാതെ പ്രിയപ്പെട്ട ആങ്ങളെയും ഭാര്യയും. ശവത്തെ കുത്തല്ല കണ്ണ. എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലോട്ട് പോടേന്ന ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. അതെങ്ങനെ പോവും? ദൈവം അമ്മ അങ്ങനെ അങ്ങ് വിടുവോ? കഷ്ടപ്പാടാണെന്നറിയാം. ജോലി ശരിക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് കോലം കണ്ടാ മനസ്സിലാവും. സമയാസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? തല്ല് കിട്ടുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവും. അതാ ശബ്ദം പുറത്തു വരാത്തത്. അമ്മ അവൻ തല്ലുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, ഉടനെ തന്നെ അതുണ്ടാവും. അവൻ അതിനൊന്നും ഒരു മടിയില്ലാത്ത മോനാ. അമ്മയെ തല്ലുന്നത് അന്തസ്സാണെന്ന് ചിന്തിക്കുന്നവനാ. 100% സത്യമാടാ മോനെ. വേണ്ടി വന്ന അവനെന്നെ തല്ലും. കാർത്തുവിന്റെ കല്യാണത്തിന് നീ ഇല്ലാതെ പോയല്ലോ മോനെ. ആ ചടങ്ങ് കാണാൻ മറ്റാരേക്കാളും ആഗ്രഹം നിനക്കാണെന്ന് നമുക്കറിയാം. അത് ശരിയാ. പക്ഷെ കഴിഞ്ഞ കുറെ ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചത് കാർത്തുവിന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു പോണേന്നാ. അതേ ഉള്ളൂ ഇപ്പോഴും പ്രാർത്ഥന. നീ വിഷമിക്കണ്ടടാ മോനെ. നിന്റെ പ്രാർത്ഥന പോലെ ഒരാളാ കാർത്തുവിനെ ഇപ്പൊ കൈപിടിച്ചിരിക്കുന്നത്. ഉണ്ണിയേക്കാളും നല്ലൊരു പയ്യൻ. എന്റെ തോട്ടത്തിൽ നമ്മുടെ പറമ്പിൽ കിളയ്ക്കാൻ വരുന്ന പയ്യന്മാര് പോലും അവനേക്കാൾ നല്ല പയ്യന്മാരാ. അവനെ ഒരു മനുഷ്യനാണെന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കണം. കല്യാണത്തിന് പങ്കെടുക്കണമെന്നുണ്ട്. വിടുവോന്നറിയില്ല. ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ചിട്ട് അമ്മ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെന്നാ ഞാൻ കരുതുന്നേ. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ പോയിരുന്ന് എന്റെ കൊച്ചിനെ പ്രാകരുത്. അതിന് മടിയില്ലാത്തൊരു മനസ്സമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നേ. എനിക്കറിയാമോ മോനെ, ഇനി എനിക്ക് കുറച്ചു നാളേ ഉള്ളൂന്ന്. അതുകൊണ്ട് പഴയതുപോലെ പാവങ്ങളെ ദ്രോഹിച്ച എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞ ആരും നോക്കാനും കാണില്ലെന്നറിയാം. പിന്നെ വെറുതെ അഹങ്കരിച്ചിട്ടെന്താ കാര്യം? നീ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്നൊന്ന് ഇറങ്ങണേന്നാ ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഞ്ചാവ് കേസിൽ കരുണൻ നിന്നെ കുടുക്കിയതാ. അത് അവനും അവന്റെ കെട്ടിയോളും ഒക്കെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. മോനെ കുടിക്കവനെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലുക വേണ്ടേ? അന്ന് അമ്മയും അവർക്കൊപ്പം നിന്നതല്ലേ. മകൻ ജയിലിൽ പോയാലും കാർത്തൂരെ ഉണ്ണി കെട്ടരുത്, അതായിരുന്നല്ലോ ആഗ്രഹം. അവസാനം ഇഷ്ടപ്പെട്ട ആങ്ങളുടെ മോളെ കൈപിടിച്ച് കയറ്റി. കാർത്തൂരെയും പവിത്രയും തറവാട്ടിൽ നിന്ന് പുറന്തള്ളി. പിന്നെ ഇനി അവിടെ ഉള്ളവരുമായിട്ട് ഒത്തൊരുമയോടെ പോകുന്നതല്ലേ നല്ലത്. എത്ര സ്നേഹിച്ചാലും എന്തൊക്കെ ചെയ്താലും മനുഷ്യത്തെ ഇല്ലട മോനെ. അതുകൊണ്ടാ ലോഹ്യം കൂടി വന്നപ്പോഴൊക്കെ കരുണാമാമയെ ഞാൻ അകറ്റി നിർത്തിയത്. അയാൾ അങ്ങനെ അകന്നു നിന്നപ്പോഴേ നമ്മൾ നന്നായിട്ടുള്ളൂ. അത് അമ്മ മനസ്സിലാക്കാതെ പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം വരുത്തി വെച്ച വിന അനുഭവിച്ചേ പറ്റൂ. നീ ജയിലിൽ കിടക്കുന്നതിനേക്കാളും കഷ്ടപ്പാടാ എനിക്കവിടെ. മിക്കവാറും ഉടനെ ഞാൻ പ്രാന്തെടുത്ത് ഓടും. അല്ലെങ്കിൽ നിന്റെ അനിയൻ എന്നെ ഏതെങ്കിലും പ്രാന്താശുപത്രി കൊണ്ടിടും. ഇപ്പൊ തന്നെ അവൻ പറഞ്ഞടാ എനിക്ക് വെളിവില്ലെന്ന്. അവനാടാ മോനെ ഒരു വെളിവില്ല നടക്കുന്നത്. സ്വന്തം ഭാര്യ വഴിവിട്ട് സഞ്ചരിക്കുക. രാത്രിയിലും പകലും ഒരുത്തിന്റെ കൂടെ ചുറ്റിക്കറങ്ങുക. എന്നാ അവൻ മാത്രം കാണുന്നില്ല, നാട്ടുകാർ മൊത്തം കാണുന്നുണ്ട്. ഇപ്പൊ അതേപ്പറ്റിയാ നാട്ടിൽ മൊത്തം സംസാരം. നശിക്കട്ടെ. അവൻ അവന്റെ ജീവിതം തന്നെ ഭാരമായിട്ട് തോന്നട്ടെ. ഏതായാലും കാർത്തുവിന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെയെങ്കിലും പോകാൻ നോക്കും. അതിനുശേഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാം നിന്നെ. നാളെ അമ്മയുടെ ശരീരം നമ്മുടെ തറവാട്ടിന്റെ മുന്നിലുള്ള പുഴ പൊങ്ങിയ നീയെങ്കിലും അറിഞ്ഞിരിക്കണം. അമ്മ പുഴ കെട്ടിത്തതിതാണെന്ന്.
എവിടെ പോയിട്ട് വരിക? എന്റെ മോനെ കാണാൻ ജയിലില്. എന്നാ ജയിലിൽ പോയിട്ട് വന്ന അമ്മയോടെ പറയാനുള്ളത് ഞാനങ്ങ് പറയാം. ഓണൊരുത്തരെ കിട്ടിയപ്പോഴേ അവക്ക് കണ്ണു കാണാൻ വയ്യാതായി. എന്റെ മോളുടെ ജീവിതം ആ അനാഥപ്പെണ്ണെ തകർക്കാൻ നോക്കുക അല്ലേ? അവളുടെ കെട്ടിയോനെ കൊണ്ട് എന്റെ മോളുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് ഉണ്ണിയോട് അവൻ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുക. എനിക്കിതൊന്നും അറിയില്ല എന്റെ സുധേ. അമ്പലത്തിൽ തൊഴാൻ പോയേക്കുന്നു മണവാളിനും മണവാട്ടിയും. ചേർത്തെടുത്ത ദേവിയാണല്ലോ കാർത്തു വന്ന കരിന്തേലിന്റെ ബലം. അവിടെ പോയതാ കൃഷി ഓഫീസറെ കൊണ്ട്. അവക്ക് നല്ലത് വരണമെന്നും എന്റെ മോള് മുടിയണേന്നും പ്രാർത്ഥിക്കാൻ. അങ്ങനെയൊക്കെ ഒരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. എന്നാ ഇപ്പൊ മനസ്സിലായി അവരങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല എന്ന്. പിന്നെ അവർക്കൂടെ നിങ്ങളാണോ പ്രാർത്ഥിക്കുന്നത്? ആരെയും പഴിക്കാതെ ആ കൊച്ചിന്റെ കല്യാണം ഒന്നും നടന്നു പോണേന്ന് പ്രാർത്ഥിക്കും. കല്യാണത്തിന് പോകുന്നുണ്ടോ? അന്ന് വിളിച്ചതല്ലേ, ഒന്ന് പോണം. ഓ, തലേന്ന് പോന്നോ അതോ കല്യാണ ദിവസേ പോകുന്നുള്ളോ? എനിക്ക് കല്യാണ ദിവസം പോയാ മതി. അതാ നല്ലത്. അപ്പൊ സദ്യ തട്ടാലോ. രാവിലെ മുതൽ ജോലിയും ചെയ്യണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ കെട്ട് നടക്കുമ്പോ എന്റെ കുഞ്ഞിന്റെ കെട്ടുതാലി അഴിച്ചു വെക്കേണ്ടി വന്നാ പിന്നെ നിങ്ങൾ ഉത്തരത്തേല അവിടെ കിടന്നാടും. കെട്ടി തൂക്കും ഞാൻ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അത് ചെയ്തുകൂടെ സുധേ? എനിക്ക് ഈ ജീവിതം മടുത്തു. ഈ മടുപ്പൊക്കെ അവളുമാരോട് പറയുന്നുണ്ടല്ലോ. എന്നിട്ടെന്താ അവളുമാരങ്ങോട്ട് വിളിക്കാത്തത്? എന്നെ വിളിച്ചതാ കാർത്തും പവിത്രയൊക്കെ. ഞാൻ പോവാത്തതാ. അയ്യോ, ഒന്ന് പോണേ. എത്രയും പെട്ടെന്ന് ഞങ്ങക്ക് സമാധാനം തന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്ന് പോകാൻ നോക്ക്. പിന്നെ ആരെ കൊണ്ട് നീ അടുക്കളപ്പണിയൊക്കെ ചെയ്യിക്കും? അയ്യോ, അതോർത്ത് പോകാതിരിക്കണ്ട. ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. പിന്നെ വീട് വൃത്തിയാക്കാൻ ആ സമയത്ത് ഞങ്ങൾ ആളെ വെക്കും. ഓ, ഇപ്പൊ ജോലിക്കാരി ഇല്ലാത്തോണ്ട് അവരുടെ പണിയൊക്കെ നിങ്ങൾ ചെയ്യുന്നു. ഇനി അതിനപ്പുറം പണിയൊന്നും ചെയ്യണ്ട. കൃഷി ഓഫീസറും പവിത്രയും കാർത്തും ഒക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ എന്റെ മോളെ പറ്റി പരദൂഷണം പറഞ്ഞു നടക്കണ്ട. എന്തെങ്കിലും കണ്ടാലും കണ്ണടച്ച് നിന്നോണം. അങ്ങനെ നിൽക്കാനല്ലേ ഇനി പറ്റത്തുള്ളൂ. അതുപോലുള്ള കാഴ്ചകളാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു മോൻ, എല്ലാം അറിയാവുന്ന മരുമോളും അവളുടെ അച്ഛനും അമ്മയും. അതിനിടയ്ക്ക് എന്നെ പോലെ ഒരുത്തി. വാചകമൊക്കെ കൊള്ളാം. കറികളും അതുപോലെ നന്നായില്ലെങ്കിലേ പിന്നെ ഒരു കാഴ്ചയും കാണേണ്ടി വരില്ല. കറികൾ മുഴുവൻ നിങ്ങളുടെ കണ്ണിലുണ്ടാവും. എരിഞ്ഞെരിഞ്ഞ് നിങ്ങൾ പണ്ടാരം അടങ്ങും. ആ, ഇവിടെ പാമ്പും കടിക്കുകയല്ലോ എന്റെ ഭഗവാനെ. ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങണ. നിനക്ക് നിന്റെ കെട്ടിയൊക്കെ എന്താ സൂക്കേട്? എന്താ എന്താന്നോ? നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന പെൺകുട്ടിയെ കാർത്തു. എന്നിട്ട് തറവാട്ടിൽ പിറന്നവര് ചെയ്യാത്ത പ്രവൃത്തി നീ ചെയ്തു. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇപ്പൊ മനസ്സിനകത്ത് നന്മയുള്ള ഒരാള് കാർത്തുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. അപ്പൊ അവരോട് നീ നിന്റെ സംസ്കാരം കാണിക്കും അല്ലേ? അവര് പറഞ്ഞതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നിന്റെ മറുപടി? നിന്റെ കണ്ണില് പരിശുദ്ധയായ പെണ്ണ് നിന്റെ ഭാര്യ മാത്രമാ. പവിത്രയും കാർത്തും പടിയിറങ്ങി പോയല്ലോ. എന്നിട്ടും നിന്റെ കിടപ്പൂറയുടെ ജനലിൽ വെളിച്ചം വീഴുന്നില്ലേ? അതും ഞാനാന്ന് പറയടാ. നിന്റെ കെട്ടിയൊക്കെ ഒരു ജാരനുണ്ട്. പക്ഷെ ആ ജാരൻ നിന്നേക്കാളും നല്ലവനാ. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞാലും എനിക്ക് കേൾക്കണ്ട. എന്റെ ഭാര്യ എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് എന്താണ് അറിയാവുന്നത്? ഒരു ചുക്കും അറിയില്ല. പൊട്ടനാട്ടം കാണുന്ന പോലെ ജീവിക്കാൻ നീ. രാവിലെ നല്ല വേഷവും ധരിച്ച് കാറി കയറി അങ്ങ് പോവും. മാമൻ അനന്തരവനായി തന്ന ഹോസ്പിറ്റലിലേക്ക്.
ആ സമയത്ത് മാമന്റെ മോള് ഈ നാട് നീളെ ചുറ്റിത്തിരിയുന്നത് ഇനി നീയെ കാണാനുള്ളൂ. ആയിക്കോട്ടെ, അതിലെനിക്ക് ഒരു വിഷമവും. ഹഹാ, അതാണടാ നീയെ. നിന്റെ പെണ്ണ് അന്യപുരുഷനൊപ്പം കറങ്ങി നടന്നാലും ഒന്നിച്ചൊരു മുറി കഴിഞ്ഞാലും നിനക്കൊരു കുഴപ്പമില്ല. കാരണം നീ സ്നേഹിക്കുന്നത് സ്വത്തിനെയും പണത്തിനെയും മാത്രമാണ്. അവിടെ ബന്ധങ്ങൾക്ക് പോലും ഒരു വിലയില്ല. അതുകൊണ്ട് എന്താ കണ്ണൻ എന്ന ചേട്ടനെ കാണാൻ പോലും നീ ഇപ്പൊ പോകുന്നില്ല. നിങ്ങളുടെ വേറൊരു ടൈപ്പാ ഏട്ടനും, അതാ പോവാത്തത്. ആ ഏട്ടൻ നിന്നെയും കണ്ടില്ല എന്ന് അടിച്ചിരുന്നെങ്കിലേ നീ എങ്ങും എത്തില്ലായിരുന്നു. നിന്റെ പഠിപ്പ് പാതി വഴി മുടങ്ങിയാനെ. ആ ഏട്ടൻ ജീവന തുല്യം സ്നേഹിച്ചതാ കാർത്തൂനെ. ആ കാർത്തൂന്റെ കല്യാണമാ. ആ നേരത്ത് നീ പണം കൊടുത്ത് സഹായിക്കണ്ട, സ്വർണവും കൊടുക്കണ്ട. കെട്ടാൻ വരുന്ന പയ്യനോട് കാർത്തൂനെ കുറിച്ച് നല്ല 4 വർത്താനം പറഞ്ഞൂടേടാ. എന്റെ നാവിൽ വരുന്നത് എനിക്ക് പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ നാവ് പിഴുതെടുക്കാൻ എനിക്ക് അറിയാവടാ. ജീവിക്കാൻ മറന്നുപോയ ഏട്ടന്റെ ഭിക്ഷയാ നീ. ആ ഏട്ടന്റെ സ്വപ്നമാ മറ്റന്നാ നടക്കാൻ പോകുന്നത്. അവിടെ എന്തെങ്കിലും മുടക്കം വന്നാ നിന്റെ ജീവിതം അവിടം തൊട്ട് മുരടിക്കും. അല്ലെങ്കിൽ തന്നെ നാളെ ഇരുട്ടിലാവാൻ പോകുന്നവനാ നീ. അത് ഇന്നേ തുടങ്ങി വെക്കണ്ട. അവൾ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ, നന്നായി ജീവിച്ചോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ അവളെ പുണ്യവതിയാക്കിയിട്ട് എന്റെ ഭാര്യയെ കുറ്റം പറയരുത്. അവൾ എന്താണെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് വിദ്യ. അവള് വന്ന ശേഷം എന്റെ ജീവിതം കര കയറിയിട്ടേ ഉള്ളൂ. നടുക്കടലിലേക്ക് പോകുന്നവനോട് സത്യം പറഞ്ഞിട്ട് കാര്യമില്ലടാ. മുങ്ങിച്ചാവേണ്ടവനെ മുങ്ങി തന്നെ ചാവണം. ഇനി നീ കരയ്ക്ക് അടുക്കില്ല. കുറ്റബോധവും കണ്ണീരും മാത്രമേ ഇനി നിന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവും. നീ ഇനി കാണൂടാ കാർത്തു ജീവിക്കുന്നത് അരുൺ സാറിനൊപ്പം. അവര് സന്തോഷത്തോടെ ജീവിക്കുമ്പോ നീ ഇന്ന് ആർക്കു വേണ്ടിയാണോ മുറവിളി കൂട്ടുന്നത്, ആ ഭാര്യ നിന്നോടൊപ്പം ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാ. എനിക്ക് വേറൊന്നും വേണ്ട പാപ്പ. ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവളുടെ വിവാഹം മുടങ്ങണം, കാർത്തൂന്റെ. അതിന് പപ്പയ്ക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. കുറെ കാലമായി നിങ്ങളുടെ മണ്ടം മുത്തി പൊളിയാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിലേ തെളിവില്ലാതെ ചെയ്യണം. ഇപ്പൊ കാർത്തൂൻ എന്ത് സംഭവിച്ചാലും നിങ്ങളെ മറ്റുള്ളവർ സംശയിക്കൂ. ദീപേട്ടനെ പിണക്കാതെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവളുടെ ഒരു ദീപേട്ടൻ ആ ഒറ്റ സംഭവം കാരണം ആ മനുഷ്യന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. എടീ, എന്നെ ഇത്ര ആധികാരികമായിട്ട് ആരാടി വിളിക്കുന്നേ? ആരാണ് എന്നെ അങ്ങനെ വിളിക്കാൻ? ആർക്കാടാ ധൈ? ആ പപ്പനായിരുന്നോ? എന്തുണ്ട് പാപ്പ? എനിക്കൊന്നുമില്ല. ഞാനേ മരുമോനെ വഴി വെച്ച് കണ്ടിരുന്നു. കൊടുക്കാനുള്ളതൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്. ഇനി മോളെ കൂടെ കാണാനാ വന്നത്. അരുണിനൊപ്പം കാർത്തൂനെ കണ്ടപ്പോ നിനക്ക് സഹിക്കുന്നില്ല അല്ലടി? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഉണ്ണേട്ടനാ അവരോട് ഇടഞ്ഞത്. ഓ, നീ പിന്നെ നല്ല പിള്ളയാണെന്ന് എനിക്കറിയാമല്ലോ. ഉണ്ണിയോട് ഞാൻ സൂചിപ്പിച്ചു നിന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച്. ആർക്കൊപ്പമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോ നീ ദീപനെ വീട്ടിനകത്തേക്ക് വിളിച്ചു കയറ്റാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലേ അവനത് അറിയില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. പക്ഷേ ഒരു ദിവസം ഉണ്ണി ആ കാഴ്ച കാണും.
കണ്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിന്റെ പോക്കെന്ന് എനിക്കറിയാം. കാരണം നിനക്കേ ഉണ്ണിക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ദീപനെയാ വേണ്ടത്. പപ്പ നീ വെറുതെ അനാവശ്യം പറയരുത്. അവിടക്ക് ഒരമ്മ. ഇവിടെ ദീപനൊപ്പം പോകുമ്പോ ഇവിടെ ഒന്ന് വിലക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ഈ ഭർത്താവിനെ പറ്റുന്നുണ്ടോ? എന്നിട്ട് അടിമുടി പരിശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെയും അവൾക്ക് ജീവിതം നൽകാൻ തയ്യാറായി വന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരനെയും ആക്ഷേപിക്കുന്നു. കര കയറാൻ പറ്റാത്ത വിധം ചെളിയിൽ മുങ്ങി നിൽക്കുക മോള്. ഇപ്പോ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയാണോ ദീപനാണോ എന്ന് മോൾക്കേ അറിയൂ. അത് ഉണ്ണിയുടെ കൊച്ചു തന്നെയാ പാപ്പ. ആ കുഞ്ഞ് ജനിക്കുമ്പോ നീ ഇവിടെ വരണം. അപ്പൊ നിനക്ക് മനസ്സിലാകും അത് ഉണ്ണിയുടെ കുഞ്ഞു മാത്രമാണെന്ന്. അങ്ങനെ കുഞ്ഞിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ടി വരും ഇത് ഉണ്ണിയുടെ കുഞ്ഞാണ് എന്ന്. പാപ്പ നീ എന്തും പറഞ്ഞു, പക്ഷെ കല്ല് വെച്ച നുണകൾ പറയരുത്. ഞാനതേപ്പറ്റി തർക്കിക്കുന്നില്ല. കുഞ്ഞുണ്ണിയുടെ അല്ലെങ്കിൽ അത് അവന് കിട്ടേണ്ട തിരിച്ചടി തന്നെ. അവന് വേണ്ടി ചോര നീരാക്കിയവരെ അവൻ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് പിറക്കണ്ട. അച്ഛനാവാൻ യോഗ്യതയില്ലാത്തവൻ അച്ഛനാവണ്ട. നിനക്കൊരു കുഞ്ഞില്ല, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരിയാ, എനിക്ക് കുട്ടികളില്ല. പക്ഷെ എനിക്കൊരു കുഞ്ഞ് ജനിച്ച അത് എന്റെ കുഞ്ഞായിരിക്കും. അപ്പോ ഇവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു ഉണ്ണിയുടെ അല്ലാന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? വെറുതെ തർക്കിക്കണ്ട പപ്പ. വഴക്കിനായിട്ട് വന്നവരോട് ഒന്നും പറയണ്ട. അതെ, ഇനി അരുൺ സാറിനെ കാർത്തൂനെ ആക്ഷേപിച്ചെന്തെങ്കിലും പറഞ്ഞ കാർത്തൂന് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്ന് കരുതണ്ട. പിന്നെ ഞങ്ങൾ കുറച്ചുപേരിങ്ങ് വരും. വീട്ടിനകത്തിട്ട് എല്ലാത്തിനെയും തല്ലി ശരിപ്പെടുത്തും. അതൊന്ന് മനസ്സിലാക്കിക്കോ എല്ലാവരും. ജയിലൊരാള് കിടപ്പുണ്ട്. ഈ തറവാട് ഇങ്ങനെയാക്കിയ ആള്. കണ്ണന്റെ സ്വപ്നമാ കാർത്തൂന്റെ കല്യാണം. അത് ഉണ്ണിക്കും അറിയാം. അവനോടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് നടക്കണം, മംഗളമായിട്ട് തന്നെ. അതിന് മുടക്കം വരുത്തിയ തന്നെയൊന്നും സ്വസ്ഥമായിട്ട് ഞാൻ കിടത്തി ഉറക്കില്ല. ഇനി ദീപേടിനെ ഇളക്കി വിടുവോ എന്തോ. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോടി? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉണ്ണിയുടെ തന്നെയാണോ? അല്ലെങ്കിലേ കണക്കായിപ്പോയി. ഇത് വല്ലാത്ത കുരുക്ക. പക്ഷേ അരുണ്ട അപ്പച്ചി ഇടഞ്ഞു നിൽക്കുന്നതും നല്ലതാ. നമ്മൾ എന്തെങ്കിലും ചെയ്താലും അവരുടെ തലയെ കൊണ്ടുവെക്കാം. നീ പറഞ്ഞതുപോലെ തെളിവില്ലാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ആ കല്യാണം മുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ പോയവനും ദീപനും അകത്താകണം. എന്നിട്ട് വേണം കലാശക്കൊട്ടൽ. അരുൺ സാറിന്റെ അമ്മ സ്വർണം കൊടുത്തതിന്റെ പേരില് വീടിനകത്ത് സംസാരം ഉണ്ടായി. അതുകൊണ്ടാ സാറ് വലിയ വില കൊടുത്ത് പുതിയ സ്വർണം വാങ്ങി വക്കീൽ സാറിന്റെ കൈ കൊടുത്തു വിട്ടത്. അത്രയും നല്ല ആൾ അരുൺ സാർ. എന്നിട്ട് ആ സാറിനെയാ കാർത്തൂനൊപ്പം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഉണ്ണിയും വിജിതയും ആക്ഷേപിച്ചത്. വിജിതയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു പോപ്പേട്ട, അരുൺ സാറിനെ കാർത്തൂനെ കാണുമ്പോ മാന്യമായിട്ട് പെരുമാറണമെന്ന്. ഞാൻ വഴി തടഞ്ഞു നിർത്തി ഉണ്ണിയെ പറയാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടോ മുരണ്ടോണ്ട് നിൽക്കുക. ആ മുരൾച്ചയൊക്കെ ഉടനെ നിലയ്ക്കും. അതിന് വേണ്ട മരുന്നൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ ഏക്കർ കണക്കിന് പറമ്പും ഒരു വീടും ഒക്കെ സ്വന്തമാവാൻ പോവാ. വിജിത എനിക്ക് ദാനം തരാൻ പോവാ. അവൻ അനുഭവിക്കേണ്ടതൊക്കെ എനിക്ക് കിട്ടാൻ പോവാന്ന്. അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. എന്നാ ഉണ്ണിയുടെ ഇപ്പോഴത്തെ നിലപാട് കാണുമ്പോ അവന് വലിയൊരു തിരിച്ചടി കിട്ടണമെന്ന് തന്നെ തോന്നുന്നു. അരുൺ സാറ് കാർത്തൂനെ വിവാഹം കഴിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാ. അതിന്റെ കൂടെ സ്വർണത്തിന് ഇത്രയും വില കയറി നിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കൊടുക്കണ്ടായിരുന്നു. കാർത്തൂന് 100 പവൻ വേണമെങ്കിലും അത് നമുക്ക് സംഘടിപ്പിച്ചു കൊടുക്കാമല്ലോ. വിജിതയുടെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ അവളുടെ ലോക്കറിൽ ഇരിക്കുന്നതൊക്കെ എന്റെ കയ്യിൽ വരും. അത് വേണ്ട ദീപ. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ തെറ്റിയാലേ അവൾ അതൊക്കെ വിളിച്ചു പറയും. അതിന് കാർത്തൂന് കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലല്ലോ ഞാൻ വാങ്ങുന്നത്. എന്നാലും വേണ്ട.
തട്ടുകടയിൽ നിന്ന് കിട്ടിയ വരുമാനവും പിന്നെ എല്ലാവരുടെ സഹായവും സ്വരുക്കൂട്ടി അത്യാവശ്യം പൊന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ദീപനും സഹായിച്ചല്ലോ. പിന്നെ ഇപ്പൊ അരുൺ സാർ കൊടുത്തതുമുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടി ഇറങ്ങി പോകുന്ന പോലെ കാർത്തു ഇറങ്ങി പോകാൻ പോകുന്നു. എന്നെ ഇത്രയൊക്കെ സഹായം ചെയ്ത അരുൺ സാറിനെ വിജിതയ്ക്കൊപ്പം നിന്ന് ഉണ്ണി ആക്ഷേപിച്ചത് എനിക്ക് ഒട്ടും ദഹിച്ചില്ല ദീപ. അവൻ മുന്നിൽ നിന്ന് നടത്തേണ്ട കല്യാണം കാർത്തുവിനോട് നെറുകേട് കാണിച്ചു. എങ്കിലും കണ്ണന് കാർത്തു എന്താണെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അവനറിയാലോ. അപ്പോ അവൻ ഉപകരിച്ചില്ലെങ്കിലും ശല്യം ചെയ്യാവോ? ആ ശല്യത്തിന് നമുക്ക് ചെറിയൊരു ഡോസ് കൊടുക്കാം. വിജിതയും കരുണനെയും സുധാമണിയും ഒന്ന് പിടിച്ചു കുലുക്കാം. ഞാനങ്ങോട്ട് പോവോ പേട്ട? അത് പ്രശ്നാവോ? ആവുന്നെങ്കിൽ അങ്ങോട്ട് ആവട്ടെ. എന്നെ ഉണ്ണി പിടിക്കുകയാണെങ്കിൽ അവന് മനസ്സിലാവുമല്ലോ അവനെ വഞ്ചിക്കപ്പെട്ടെന്ന്. ഇനി പിടിക്കപ്പെട്ടില്ലെങ്കിൽ കരുണനും വിജിതയും ഒന്ന് പേടിക്കും. ഈ സമയത്ത് അത് നല്ലതാ. കല്യാണം മുടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ മുടങ്ങിക്കൊള്ളും.